നമസ്കാരം. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. സംസ്ഥാന ബജറ്റ് ഇന്ന്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് രാവിലെ 9 മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. വിവരങ്ങളുമായി റിനു ശ്രീധറാണ് ഇപ്പോൾ ചേരുന്നത്. റിനു, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന ധനമന്ത്രി നൽകിയതാണ്, നമ്മോട് ഇന്നലെ അത് പറഞ്ഞതുമാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് ബജറ്റിൽ? റിനു, ഗുഡ് മോർണിംഗ്. ഉന്മേഷ, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് എന്ന് തന്നെ നമുക്ക് പറയാമല്ലോ. എന്തായാലും ജനകീയ ബജറ്റായിരിക്കും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി LDFന്, അതിൽ നിന്ന് ഒരു കരകയറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്യാപ്സൂളുകൾ കൃത്യമായി തന്നെ ഈ ബജറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിദഗ്ധരടക്കം പറയുന്നത്. ഏതു തലത്തിലായിരിക്കും ജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അത് കണ്ടറിയുവാൻ വേണ്ടി അവശേഷിക്കുന്നത്. ഏകദേശം 8:30 ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ബജറ്റുമായി നിയമസഭയിലേക്ക് എത്തും. 9 മണിക്ക് ബജറ്റ് സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച് തുടങ്ങും എന്നുള്ളതാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒക്കെ തന്നെ ഈ പെൻഷൻ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ബജറ്റ് സമ്മേളനത്തിൽ അല്ലെങ്കിൽ ബജറ്റിൽ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. ഇന്നലെ സാമ്പത്തികമായിട്ടുള്ള, അതായത് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്നലെ സഭയിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കം പാലിച്ചുമാണ് കേരളം ഉയർന്ന GSDP-യിലേക്ക് കൈവരിച്ചു എന്നുള്ളതാണ് സർക്കാർ ഈ റിപ്പോർട്ടിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ബജറ്റ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏത് മേഖലയ്ക്കൊക്കെ തന്നെ ഗുണം ചെയ്യും, ഏത് മേഖലയ്ക്ക് അത് ഗുണം ചെയ്യാതെ പോകും എന്നുള്ളതൊക്കെ തന്നെ വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. വിദഗ്ധരടക്കം അത് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനം ഏത് മേഖലകളിലേക്ക് പോകും. വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും കാർഷിക മേഖലയായാലും ഇവയ്ക്കൊക്കെ തന്നെ ഏത് തരത്തിലുള്ള ഗുണമായിരിക്കും ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുക, സംസ്ഥാന സർക്കാർ ഏത് തരത്തിലായിരിക്കും ഈ മേഖലയൊക്കെ തന്നെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. എന്തായാലും 8:30 തന്നെ ധനമന്ത്രി നിയമസഭയിലേക്ക് തിരിക്കും. 9 മണിക്ക് ബജറ്റ് സമ്മേളനം ആരംഭിക്കും. ഉന്മേഷം, സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെയുണ്ട് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നതാണ് അറിയേണ്ടത്. രാവിലെ 9 മണിക്കാണ് സംസ്ഥാന ബജറ്റ് അവതരണം. റിനു ശ്രീധർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിമാനാപകടത്തിൽ മരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന്. ബാരാമതിയിലെ വിദ്യാപ്രതിഷ്ഠാൻ മൈതാനത്ത് രാവിലെ 11 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തും. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ബാരാമതിയിൽ നിന്ന്. ശ്രീനാഥ്, പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടേക്ക് എത്തുകയാണല്ലോ അന്തിമോപചാരം അർപ്പിക്കാൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് ബാരാമതിയിലെ ഈ അപകടം നടന്ന വിമാനത്താവളത്തിന് മുന്നിലാണ്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ വ്യോമസേന ഈ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ ATC, സാധാരണയുള്ള വിമാനത്താവളങ്ങളിലെ പോലെ ഒരു വലിയ ATC സംവിധാനമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കൂടി അഭ്യർത്ഥന മാനിച്ച് ഇപ്പോൾ വ്യോമസേന ATC സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള തീരുമാനമെടുക്കുകയും അതിനുള്ള ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ സംവിധാനവും ഈ സാങ്കേതികമായ ഉപകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാരാമതി വിമാനത്താവളത്തിൽ ഇന്ന് ചില VVIPകൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പലരും പൂനെ വിമാനത്താവളത്തിലാണ് ഇറങ്ങുക. ചിലരെങ്കിലും ബാരാമതി വിമാനത്താവളത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വലിയ സുരക്ഷ ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 11 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാപ്രതിഷ്ഠാൻ മൈതാനിലേക്കാണ് എത്തുക. ഈ വിദ്യാപ്രതിഷ്ഠാൻ എന്നത് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ശരത് പവാർ തുടങ്ങിയതാണ്. ഏതാണ്ട് 65 ഏക്കറിലോളം വരുന്ന ഒരു വലിയ ക്യാമ്പസാണ്. അവിടെയുള്ള മൈതാനിലാണ് ഈ
ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അടക്കമുള്ള ഗവർണർ അടക്കമുള്ളവരെല്ലാവരും തന്നെ ബാരാമതിയിലേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ കൂടി ഈ ചടങ്ങുകളിലേക്ക് എത്തും, അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3-4 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം, അജിത് പവാറിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വിദ്യാപ്രതിഷ്ഠാൻ മൈതാനിലേക്ക് എത്തിച്ചത്. അവിടെ രാത്രി ഏതാണ്ട് 9-10 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മൃതദേഹം ആശുപത്രിയിലേക്ക്, ബാരാമതി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ ഇങ്ങോട്ടേക്ക് തിരികെ എത്തിക്കും എന്നുള്ള വിവരമാണ് ഇന്നലെ ഈ യോഗം കഴിഞ്ഞ് പിരിയുമ്പോൾ, ഈ പൊതുദർശനം കഴിഞ്ഞ് പിരിയുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരോടും അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പേരാണ് യഥാർത്ഥത്തിൽ ഇന്നലെ അജിത് പവാറിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ പൊതുദർശനം നടക്കുന്ന ഇടത്തേക്ക് ഒഴുകിയെത്തിയത്. ഇന്നും അത്തരത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ബാരാമതി എന്നത് പവാർ കുടുംബത്തിന്റെ തട്ടകമാണ്. അജിത് പവാറും ശരത് പവാറിന്റെയും ഒക്കെ കേന്ദ്രമാണ്. 91 മുതൽ അജിത് പവാർ മത്സരിച്ച് വിജയിച്ചു വരുന്ന ഇടമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വദേശത്തേക്ക് അദ്ദേഹം അവസാന യാത്ര നടത്തുമ്പോൾ ആ സ്വദേശത്തുള്ളവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് നിറകണ്ണുകളോടെ യാത്രാമൊഴി നൽകുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് ഇന്നും ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനോടകം തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണ സംഘം ബാരാമതിയിലേക്ക് എത്തിയിരുന്നു. നമ്മൾ വിമാനത്താവളത്തിലെ ഈ റൺവേയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ആ സംഘാംഗങ്ങൾ അങ്ങോട്ട് എത്തിയത്. ഫോറൻസിക് സംഘം ഉണ്ടായിരുന്നു. പൈലറ്റുമാർ അടങ്ങുന്ന ഒരു വിദഗ്ധ സംഘമാണ് ഇന്നലെ അവിടെ പരിശോധനകളൊക്കെ തന്നെ നടത്തിയത്. ഏതായാലും ഈ അന്വേഷണത്തിലാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അപകടത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഇപ്പോൾ വിമാന കമ്പനി, ബൊംബാർഡിയർ കമ്പനി ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ വിമാന അപകടവുമായി എല്ലാ തരത്തിലും ഞങ്ങൾ സഹകരിക്കും എന്നതാണ് അവർ ഈ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അവർ ഇപ്പോൾ അറിയിക്കുന്നത്. മാത്രമല്ല വിമാനം ഏർപ്പാടാക്കിയ ദില്ലിയിലെ കമ്പനി പറയുന്നത് വിമാനം 100% സേഫ് ആയിരുന്നു എന്നതാണ്. ഏതായാലും ആ കമ്പനി ആസ്ഥാനത്തും ഇന്നലെ പരിശോധനകൾ നടന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അന്വേഷണം ഒരു വശത്തുണ്ട്. കാഴ്ചാപരിധിയാണ് പ്രാഥമികമായി അപകടത്തിന് കാരണം എന്നതായിരുന്നു ഏവിയേഷൻ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. അത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇനി അന്വേഷണത്തിൽ വ്യക്തത വരണം. ഉന്മേഷ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ ബാരാമതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവരാണ് ചേരുന്നത്. റിനു ശ്രീധറിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. റിനു, ഗുഡ് മോർണിംഗ് എഗൈൻ. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ബജറ്റ് കൂടാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തെക്കൻ കേരളത്തിൽ, തിരുവനന്തപുരത്ത്? റിനു. ഉന്മേഷം, തെക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന ബജറ്റ് തന്നെയാണ്. രാവിലെ 8:30 ധനമന്ത്രി വീട്ടിൽ നിന്ന് എത്തി 9 മണിക്ക് തിരുവനന്തപുരം നമ്മുടെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം ബജറ്റിനെ ഉറ്റുനോക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. മറ്റൊന്ന് ലോക കേരള സഭയാണ്. നമുക്കറിയാം 5ാമത് ലോക കേരള സഭയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധി വെച്ച് ഔദ്യോഗികമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 10 മണി മുതൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നിയമസഭയ്ക്കുള്ളിൽ ഏകദേശം 125 രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. വലിയ ആഘോഷത്തോടുകൂടി വലിയ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യ ലോക കേരള സഭയിൽ 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തതെങ്കിൽ ഇപ്പോൾ 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇത്തവണയും പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു സമ്മേളനത്തെ ബഹിഷ്കരിക്കുവാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി ഒരു വലിയ ഇടപെടലിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇഡി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ശാസ്ത്രീയ പരിശോധനാ ഫലം അന്തിമമായി നൽകുന്നതിന് വേണ്ടി VSSCയിലെ ശാസ്ത്രജ്ഞന്മാർ അവസാനവട്ട പരിശോധനകളിലാണ്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അന്തിമമായിട്ടുള്ള വിവരങ്ങൾ കോടതിയിൽ നൽകും എന്നുള്ളതാണ്. കുറ്റപത്രം ഉൾപ്പെടെ തയ്യാറാക്കി നൽകും എന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യമടക്കം പ്രതികൾ നേടി പുറത്തേക്കിറങ്ങുന്ന സാഹചര്യത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പഴുതുകൾ അടച്ചുള്ള കുറ്റപത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സമഗ്രമാണ് ഇന്നത്തെ ദിവസം. ഏറ്റവും പ്രധാനം സംസ്ഥാന ബജറ്റ് തന്നെയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വാർത്ത. ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്ക് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. ഇപ്പോൾ വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ കൊച്ചിയിൽ? വിഷ്ണു.
ഉന്മേഷ, ഈ ബജറ്റിന്റെ അതായത് ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള തുടർ പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ കൊച്ചിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, അതെല്ലാം അതിന്റെ സമഗ്രമായ വാർത്തകൾ കൊച്ചിയിൽ നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് EDയുടെ നീക്കമാണ്. ED ഇതിനോടകം തന്നെ 12ഓളം പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 21 ഇടങ്ങളിൽ ED നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ആ രേഖകളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഒപ്പം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട മുരാരി ബാബുവിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ED നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം പ്രതികളെ ആയിരിക്കും ചോദ്യം ചെയ്യുക, അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ആളുകളെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ED കടക്കുക. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ, ഹൈക്കോടതിയിൽ നടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് കൊച്ചിയിൽ സംഭവിക്കാനുണ്ട്. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനിയും ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട എന്തൊക്കെ വാർത്തകൾ രാജ്യ തലസ്ഥാനത്ത് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് നിന്നും വരാനിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നതാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വർ ആണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 1-നാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക. ഈ ബജറ്റിന്റെ വ്യക്തമായ കണക്കുകൾ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഉണ്ടാകും. ഇത്തവണ ഞായറാഴ്ചയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. ഏറ്റവും സുപ്രധാനം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ 5 സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന ആണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കേരളം ദീർഘകാലമായി ഉന്നയിച്ച പല ആവശ്യങ്ങളുണ്ട്. എയിംസും ശബരിമല റെയിൽ പാത അടക്കമുള്ളവ ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് നൽകേണ്ട 17,000 കോടിയോളം തുക പ്രത്യേക ഗ്രാന്റായി അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ എന്ത് നിലപാട് ഈ ഒരു ബജറ്റിൽ എടുക്കും എന്നുള്ളത് നിർണായകമാണ്. ഇതോടൊപ്പം സുപ്രീം കോടതിയിൽ നിന്നും അഴീക്കോട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട KM ഷാജിയുടെ അയോഗ്യതാ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇതും സുപ്രധാനമായി കേരളം ഉറ്റുനോക്കുന്ന ഒരു വാർത്തയാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ്. നിഖിൽ പ്രമേഷാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ വടക്കൻ കേരളത്തിൽ നിന്ന്? നിഖിൽ. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വടക്കൻ കേരളത്തിൽ നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് വളരെയധികം സമൂഹ മനസാക്ഷിയെ നോവിച്ച ഒരു സംഭവമായിരുന്നു. കോഴിക്കോട് ബസ്സിൽ വെച്ച് അധിക്ഷേപം നേരിട്ടുവെന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫ ആരോപണം ഉന്നയിക്കുകയും അതേ തുടർന്ന് ദീപക് എന്ന ഗോവിന്ദപുരം സ്വദേശി ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ ഇപ്പോഴും മഞ്ചേരി ജയിലിൽ തന്നെ തുടരുകയാണ്. അവർക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ അവരിപ്പോൾ വീണ്ടും മേൽക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്ന് ആ കോടതി നടപടികളിലേക്ക് കടന്നേക്കും എന്ന് മനസ്സിലാകുന്നു. നേരത്തെ കുന്നമംഗലം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അവരുടെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രതി ജാമ്യത്തിലിറങ്ങുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് മേൽക്കോടതിയെ സമീപിക്കാൻ പ്രതി തയ്യാറെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസ് ഇതുവരെ ഈ കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ റിമാൻഡിലായി ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ഫോൺ സൈബർ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പോലീസിന് ഉപകാരമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ രേഖകൾ കൂടി ലഭിച്ച ശേഷം ചോദ്യം ചെയ്യലിലേക്കും അതോടൊപ്പം തന്നെ തെളിവെടുപ്പിലേക്കും കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ജനരോഷം തണുക്കുക എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിർണായകമായിരുന്നു. നമുക്കറിയാം, വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും ആ പ്രതിയെ തെളിവെടുപ്പിനും മറ്റും എത്തിക്കുമ്പോൾ ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നിൽ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഷിംജിത നൽകിയിട്ടുള്ള തനിക്ക് ബസ്സിൽ അധിക്ഷേപം നേരിട്ടു എന്ന പരാതിയിലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. NDA പ്രവേശനത്തിന് പിന്നാലെ പാലക്കാട് 2020 പ്രവർത്തകരുടെ കൂട്ടരാജി. ജനകീയ വികസന മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചവർ മുഴുവൻ 2020 നിന്ന് രാജിവെച്ചു. ജനകീയ വികസന മുന്നണിയായി തന്നെ തുടരാനാണ് ഇവരുടെ തീരുമാനം. ഷാരിഖ് നവാസ് ഉണ്ട് പാലക്കാട് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എന്തൊക്കെയാണ്?
പാലക്കാട് മുൻപ് ജനകീയ മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ കൂട്ടത്തോടെ രാജിവെച്ചിരിക്കുന്നത്. 2020 നിന്നും രാജിവെച്ചിരിക്കുന്നത്. സ്ത്രീകളും അതുപോലെ തന്നെ മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഒരു 30ഓളം പ്രവർത്തകരാണ് ഇപ്പോൾ 2020 നിന്ന് രാജിവെച്ചിരിക്കുന്നത്. NDAയിൽ പ്രവേശിച്ചതിൽ തുടർന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇവർ രാജി അറിയിച്ചിരിക്കുന്നത്. NDA ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് NDA പ്രവേശന സമയത്ത് ഇവരോടൊന്നും, അതായത് പാർട്ടി പ്രവർത്തകരോടൊന്നും ഇത്തരത്തിൽ ഇത് കൂടി ആലോചിച്ചില്ല. BJPയുമായി സഹകരിക്കുന്ന കാര്യമൊന്നും ഇവരെ അറിയിച്ചിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇവർ ഇപ്പോൾ കൂട്ടത്തോടെ രാജിവെച്ചിട്ടുള്ളത്. ഇവർ മുൻപ് പ്രവർത്തിച്ചിരുന്ന ജനകീയ മുന്നണിയുമായി തന്നെ സഹകരിച്ച് മുൻപോട്ട് പോകാനാണ് തീരുമാനം. ഈ മുതലമട അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രവർത്തകർ രാജിവെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ജനകീയ മുന്നണി, അതായത് ഇവർ മുൻപ് പ്രവർത്തിച്ചിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒപ്പം പ്രവർത്തിച്ചിരുന്ന ജനകീയ മുന്നണിക്കൊപ്പം തന്നെ തുടരാനാണ് ഇവരുടെ തീരുമാനം. ഉന്മേഷ്. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്. സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വലിയ പ്രതീക്ഷയിലാണ് കൊച്ചി. വ്യാവസായിക തലസ്ഥാനത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളിലാണ് ആകാംക്ഷ. മലയോര മേഖലയുടെ കാർഷിക വളർച്ചയ്ക്കൊപ്പം വന്യജീവി ആക്രമണങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്കും വകയിരുത്തലുണ്ടാകുമോ എന്നാണ് ചോദ്യം. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ജനകീയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ധനകാര്യമന്ത്രിയുടെ മാജിക് ബോക്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൊച്ചി. ശബരി റെയിൽപാത, മെട്രോയുടെ പുതിയ ഘട്ടം, ഉൾനാടൻ ജലഗതാഗതം, കാർഷിക വിളകൾക്ക് അടിസ്ഥാന വില എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന സർക്കാർ ബജറ്റിൽ എത്രത്തോളം ജനകീയമാകുമെന്നതും ചോദ്യമാണ്. GSTയുടെ റേറ്റ്സ് ഒക്കെ കുറഞ്ഞു. ഈ കഴിഞ്ഞ 2 മാസങ്ങളുടെ ഡേറ്റ എടുത്തു നോക്കിയാൽ ആക്ച്വലി റിസോഴ്സസ് കുറവായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും അല്ലെ 10 വർഷം മുന്നിലോട്ട് ചിന്തിച്ച് ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോ വലിയ പ്രൊജക്ടുകളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിന്റെ ഒരു ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന ഒരു സെന്ററാണ് കൊച്ചി. ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ഷൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സമീപനം ഏതായാലും ബജറ്റിൽ ഉണ്ടാകും. കൊച്ചി തഴയപ്പെടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെങ്കിലും നികുതി വരുമാനത്തിലെ കുറവ് പ്രശ്നമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിഗമനം. പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സെസ്, നികുതി വർധനവടക്കമുള്ള വിഷയങ്ങളിൽ ഇളവുണ്ടാകുമോ എന്നതും ഉറ്റുനോക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാലും എത്രത്തോളം ലക്ഷ്യം കാണുമെന്നതും സംശയമാണ്. 24 കൊച്ചി. നവ ആശയങ്ങളുടെയും വിനോദത്തിന്റെയും സംഗമവേദിയായ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ 2ാം പതിപ്പിന് തുടക്കമായി. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടി കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 1 വരെയാണ് ഉച്ചകോടി. ആദ്യ പതിപ്പിന്റെ വൻ വിജയത്തിന് പിന്നാലെയാണ് വിജ്ഞാനവും സാങ്കേതിക വിദ്യയും സർഗാത്മകതയും ഒത്തുചേർന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2ാം പതിപ്പിന് കൊച്ചിയിൽ തിരിതെളിഞ്ഞത്. കിൻഫ്ര കൺവെൻഷൻ സെന്ററിലാണ് 2 പ്രധാന വേദികൾ. ഐക്യരാഷ്ട്രസഭയുടെ പാക്ട് ഫോർ ദ ഫ്യൂച്ചർ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഉച്ചകോടി. വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, സംരംഭകത്വം, പരിസ്ഥിതി ഉൾപ്പെടെ 7 വ്യത്യസ്ത മേഖലകളിലായി 400-ലധികം അന്താരാഷ്ട്ര വിദഗ്ധർ സംവദിക്കും. സമ്മിറ്റ് കേവലം ഒരു അക്കാഡമിക് പരീക്ഷണമല്ല എന്നും പൊതുസമൂഹത്തിന്റെ ആവശ്യമാണെന്നും സമ്മിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് എറണാകുളം ജില്ലാ കളക്ടർ പറഞ്ഞു. Let it become a movement of ideas, a starting point for partnerships, policies, prototype, and people who will carry this conversation forward long after, the 4 days. അതിരുകൾ ഭേദിക്കുന്ന സംവാദങ്ങളിലൂടെ മികച്ചൊരു ഭാവി കെട്ടിപ്പടുക്കുക എന്ന സന്ദേശമാണ് ഉച്ചകോടിയെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ചന്ദ്രാജ് റോയ്ചന്ദ് പറഞ്ഞു. This time we have come out with different tracks with more than 400 eminent speakers across the sections of the society, from corporate world, from public policy agencies, and also technology people, scientists, innovators, thinkers, all are getting amalgamated through one platform. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് സാധാരണക്കാർക്ക് കൂടി ശബ്ദമാകുന്ന ഇടമാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ്. എങ്ങനെ ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സിവിക്സ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യാം, അതാണ് നമ്മൾ ജെയിനെ പ്ലേസ് ചെയ്യുന്ന ഒരു പൊസിഷനിങ്. ആ പൊസിഷനിങ്ങിലേക്കുള്ള ഞങ്ങളുടെ ഒരു പ്രോമിസ് ആണ് ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. ജെയിൻ യൂണിവേഴ്സിറ്റി പ്രോ VC പ്രൊഫസർ ഡോക്ടർ ജെ ലത, ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാൻ വേണു രാജാമണി, തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി, കിൻഫ്ര ഡയറക്ടർ സാബു ജോർജ് തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 400-ലധികം വിദഗ്ധർ, 200-ലധികം സെഷനുകൾ, 50-ലധികം മാസ്റ്റർ ക്ലാസുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ ഉച്ചകോടിയുടെ ഭാഗമായി നടക്കും. കൊച്ചിയിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന 4 ദിവസത്തെ ഡ്രോൺ ഷോ സമ്മിറ്റിന്റെ പ്രധാന ആകർഷണമാണ്.
ലോകോത്തര വാഹനങ്ങൾ അണിനിരക്കുന്ന ഓട്ടോ എക്സ്പോ, റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ റോബോവേൾഡ്സ്, ഇ സ്പോർട്സ് മത്സരങ്ങൾ, ജോണിറ്റ ഗാന്ധി, നികിത ഗാന്ധി, അറിവ് തുടങ്ങിയ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത നിശ എന്നിവയും അരങ്ങേറും. 24 കൊച്ചി. കോട്ടയത്ത് MC റോഡിൽ നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് മിനി വാനിൽ ഇടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. നട്ടാശ്ശേരി സ്വദേശി ഹരി, കുടമാളൂർ സ്വദേശി രോഹിത് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 2 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി SH മൗണ്ട് ചൂട്ടുവേലി ജംഗ്ഷനിലായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് എതിർദിശയിൽ നിന്നുമെത്തിയ ഏസിലിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണ ഭീഷണിക്ക് മറുപടിയുമായി ഇറാൻ. ഏത് ആക്രമണത്തെയും നേരിടാൻ സേന സജ്ജമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി. 12 ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് പഠിച്ച വിലപ്പെട്ട പാഠങ്ങൾ കൂടുതൽ ശക്തമായും വേഗത്തിലും ആഴത്തിലും പ്രതികരിക്കാൻ തങ്ങളെ പ്രാപ്തരാക്കി എന്ന ഇറാൻ വിദേശകാര്യമന്ത്രി. അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ആവേശത്തിൽ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ആവേശ പോരാട്ടത്തിനായി ടീമുകൾ ഇന്ന് തലസ്ഥാനത്തെത്തും. വൈകിട്ട് 5 മണിയോടെ പ്രത്യേകം ചാർട്ടർ ചെയ്ത് വിമാനത്തിലെത്തുന്ന താരങ്ങളെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ T. അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി സ്വീകരിക്കും. ഇന്ത്യൻ ടീമിനായി കോവളത്തെ ലീല റാവിസ് ഹോട്ടലിലും ന്യൂസിലാൻഡ് ടീമിനായി ഹയാത്ത് റീജൻസിലുമാണ് താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 7 മണിക്കാണ് മത്സരം. സഞ്ജു സാംസൺ അവസാന 11-ൽ ഇടം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നതിന്റെ തെളിവാണ് ഇനി കാണാൻ പോകുന്നത്. കാഴ്ചപരിമിതിയുള്ള ഒരു കൂട്ടം ആളുകളുടെ കോൽക്കളി. തോൽക്കാൻ തയ്യാറാകാത്ത മനസ്സും ഒത്തൊരുമയുമാണ് ഇവർക്ക് വെളിച്ചമാകുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിലെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയും കൊണ്ടോട്ടി പുളിക്കലിലെ എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾസും ചേർന്നാണ് പരിശീലനം നൽകുന്നത്. രതീഷ് പി, മാഹിൻ ബഷീർ AK, ഷംസുദ്ദീൻ PA, ജയ്സിൽ A, അഭിനന്ദ് K, ശിവകുമാർ K, ഇസ്മായിൽ AP, ഫവാസ് P, അനീസ് റഹ്മാൻ AP, ഉബൈദുല്ല M എന്നിവരാണ് ടീം അംഗങ്ങൾ. അക്കാദമിയുടെ സ്കൂൾ ഓഫ് മാപ്പിള ആർട്സിലെ കോൽക്കളി അധ്യാപകനായ ഇസ്മായിൽ ഗുരുക്കൾ പന്നിയങ്കരയാണ് പരിശീലകൻ. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവരെ കഴിവ് അപാരമാണ്. കാരണം അവർ അത്രയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും ശ്രദ്ധയോടെ അവർ കേട്ടിട്ടാണ് ഈ കോൽക്കളി എന്ന കലയെ അവർ മനസ്സിലേറ്റി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ശ്രമം നടക്കുന്നത്. കണ്ണ് കെട്ടി കളിച്ച ടീമുകളുണ്ട്, പക്ഷെ കണ്ണ് കാണാത്ത ആൾക്കാർ കണ്ണ് കാണാതെ കളിച്ച് ഇങ്ങനെ ആക്കിയത് അത് ഇവരെ ഒരു കഴിവ് തന്നെയാണ്. കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പിന്റെ അവാർഡ് സമർപ്പണത്തോടനുബന്ധിച്ച് നടന്ന ഭിന്നശേഷി കലാമേളയായ സവിശേഷ കാർണിവൽ ഓഫ് ദി ടാലന്റ് ഫെസ്റ്റിൽ ഇതേ സംഘത്തിന്റെ കോൽക്കളി ഉണ്ടായിരുന്നു. 24 മലപ്പുറം. ഇന്ന് ദേശീയ പത്രദിനം. പ്രചാരത്തിൽ കുറവുണ്ടായെങ്കിലും പത്രവായന ഇന്നും മലയാളികളുടെ ശീലമായി തുടരുകയാണ്. ാറ് വർഷങ്ങൾക്ക് മുൻപ് 1780 ജനുവരി 29-നാണ് ഇന്ത്യയിലെ ആദ്യ പത്രമായ ഹിക്കീസ് ബംഗാൾ ഗസറ്റിന് തുടക്കമായത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന അയർലൻഡുകാരൻ ആരംഭിച്ച ഈ പ്രതിവാര പത്രം 2 വർഷം മാത്രമേ പ്രവർത്തിച്ചുള്ളൂവെങ്കിലും ഇന്ത്യയിൽ മറ്റു പത്രങ്ങളുടെ പിറവിക്ക് പ്രചോദനമായി. ഇന്ത്യൻ ഗസറ്റ്, കൽക്കട്ട ഗസറ്റ്, ദ ബംഗാൾ ജേണൽ, മദ്രാസ് കൊറിയർ തുടങ്ങിയ പത്രങ്ങൾക്ക് പിന്നാലെയാണ് 1821-ൽ രാജാറാം മോഹൻ റോയിയുടെ സമ്പദ് കൗമുദി ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അതൃപ്തി ആദ്യമായി പ്രകടമായത് ഈ പത്രത്തിലായിരുന്നു. തുടർന്ന് മഹാത്മജിയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച യങ് ഇന്ത്യയും നവജീവനും ഹരിജനും സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം 200 പത്രങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നതെങ്കിൽ 1,46,000 പ്രസിദ്ധീകരണങ്ങളാണ് ഇപ്പോൾ പത്രവിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ടെലിവിഷന്റെയും ഡിജിറ്റൽ മാധ്യമങ്ങളുടെയും വരവ് പത്രങ്ങളുടെ പ്രചാരം വലിയ തോതിൽ ഇടിയുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നാലും വ്യാജ വാർത്തകൾക്കിടയിൽ കൃത്യവും പരിശോധിച്ചുറപ്പിച്ചതുമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ പത്രങ്ങൾ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. റിസർച്ച് ഡെസ്ക് 24.
ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിന് ഇടയാക്കിയ ബാരാമതിയിലെ വിമാനാപകടത്തിന്റെ പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നിലം തൊടുന്നതിന് മുൻപ് തന്നെ വിമാനത്തിന് പൂർണ്ണമായി നിയന്ത്രണം നഷ്ടമായിട്ടുണ്ട്. ഒരു വശത്തേക്ക് പൂർണ്ണമായി തിരിഞ്ഞ ശേഷമാണ് വിമാനം നിലം പതിച്ചത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തൊക്കെ കാര്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ബാരാമതിയിൽ നൽകാനുള്ള പുതിയ വിവരങ്ങളും ശ്രീനാഥ്? ഉന്മേഷ്, അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയവും ഞെട്ടിക്കുന്നതുമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ CCTV ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. വിമാനം എങ്ങനെയാണ് അവസാന നിമിഷങ്ങളിൽ കടന്നുപോയത് എന്നത് ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ലാൻഡിങ്ങിന് വിമാനം വരുമ്പോൾ ലാൻഡിങ്ങിന് മുൻപ്, അതായത് നിലം തൊടുന്നതിന് മീറ്ററുകൾക്ക് ഉയരത്തിൽ മുകളിൽ വെച്ച് തന്നെ വിമാനത്തിന് നിയന്ത്രണം നഷ്ടമാവുന്നുണ്ട്. അതൊരു വശത്തേക്ക് പൂർണ്ണമായി ചെരിഞ്ഞ് ആണ് തകർന്നു വീഴുന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം. അതായത് വിമാനം നിലം തൊടുന്നതിന് മുമ്പ് തന്നെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായിട്ടുണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയാണ് ഒരു വലിയ ദുരന്തം സംഭവിച്ചത്. ഇന്നലെ അജിത് പവാറിന് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ ലാൻഡിങ്ങിനിടെ അത് റൺവേയിൽ നിന്ന് തെന്നിമാറി താഴേക്ക് പതിച്ചു എന്ന രീതിയിലായിരുന്നു പ്രാഥമികമായി വിവരങ്ങൾ വന്നത്. പിന്നീട് നമ്മൾ ബാരാമതിയിൽ നേരിട്ടെത്തി ഈ സംഭവ സ്ഥലത്തെത്തിയപ്പോഴാണ് അങ്ങനെയല്ല സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുകയും ചെയ്തിരുന്നു. അതായത് വിമാനം റൺവേയുമായി ഒരു തരത്തിലുള്ള ശ്രീനാഥ്, ഒരു നിമിഷം. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഒരു വശത്തേക്ക് ചരിഞ്ഞ് അത് താഴേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു എന്നത് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. ഏറ്റവും പുതിയ CCTV ദൃശ്യങ്ങളാണ് ബാരാമതി വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിന് ഇടയാക്കിയ വിമാനാപകടം അത് എങ്ങനെ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ശ്രീനാഥ്, തുടരാം. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി കഴിയുന്നു. അതിഭീകരമായ ഒരു ദൃശ്യം തന്നെയാണ്. കാരണം ഒരു വിമാനം അത് ലാൻഡിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം, അത് നിയന്ത്രണം നഷ്ടമായി ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നിലം പതിക്കുന്ന കാഴ്ചയാണ്. നേരത്തെ ഇന്നലെ ചില CCTV ദൃശ്യങ്ങൾ വന്നിരുന്നെങ്കിലും ഈ തരത്തിൽ അതിന്റെ നിയന്ത്രണം ഏത് തരത്തിലാണ് നഷ്ടമായത് എന്നത് കാണിക്കുന്ന തരത്തിലുള്ള ദൃശ്യം ലഭ്യമായിരുന്നില്ല. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. വിമാനം ലാൻഡിങ്ങിന് മുൻപ് തന്നെ അതിന് നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നതാണ്. ഈ വിധം ഒരു പൊടുന്നനെയുള്ള ചെരിവ്, അത് ഏതെങ്കിലും തരത്തിലൊരു ചെറിയ ചെരിവല്ല, അത് പൂർണ്ണമായി വിമാനം ചെരിയുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ പൂർണ്ണമായി ചെരിഞ്ഞുകൊണ്ടാണ് വിമാനം നിലത്തേക്ക് ഇടിച്ചിറങ്ങിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ റൺവേ അവസാന ഘട്ടത്തിൽ റൺവേയിലേക്കല്ല ഇറങ്ങുന്നത് എന്ന് മനസ്സിലായി പൈലറ്റുമാർ അത് വെട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ, അതിന്റെ ഗതി മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണോ ഈ തരത്തിൽ ഒരു നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുന്നത് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ആ കാര്യത്തിലൊക്കെ തന്നെ ഇനിയിപ്പോൾ ഈ അന്വേഷണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. പക്ഷേ ഏതായാലും നിലം തൊടുന്നതിന് മുമ്പ് തന്നെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിയന്ത്രണം നഷ്ടമായി വിമാനം ഒരു വശത്തേക്ക് പൂർണ്ണമായി ചെരിഞ്ഞ് അത് നിലത്തേക്ക് പതിക്കുന്ന കാഴ്ചയാണ്. റൺവേയിലേക്കല്ല, റൺവേയിൽ നിന്ന് മീറ്ററുകൾ മാറിയാണ് താഴെ ചെങ്കുത്തായ ഇടത്തേക്കാണ് വിമാനം ഇടിച്ചിറങ്ങുന്നത്. ഇതൊരു ടേബിൾ ടോപ്പ് വിമാനത്താവളമാണ്. ഇതിന്റെ ഒരു റൺവേ ഒരു ടേബിൾ ടോപ്പ് സമാനമാണ്. അതുകൊണ്ട് അവിടേക്ക് വിമാനം ഇറങ്ങുന്നില്ല, അത് താഴേക്ക് പതിക്കുന്നതാണ്. നേരെ താഴേക്ക് പതിച്ചു എന്നതാണ് ഈ ദൃശ്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത്. ഇത് ഒരു കൊമേഴ്ഷ്യൽ, ഒരു സാധാരണ മുംബൈയിലേക്ക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിമാനത്താവളം പോലെ ഒരു വലിയ വിമാനത്താവളമല്ല. ഇവിടെ ചാർട്ടേഡ് വിമാനങ്ങൾ മാത്രം എത്തുന്ന, ഇവിടെ ഫ്ലൈയിങ് സ്കൂളുകളുണ്ട്, അവിടുത്തെ പൈലറ്റ് പരിശീലനത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറു വിമാനത്താവളമാണ്. ഇവിടെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു ATC ഒന്നും നിലവില്ല. നമുക്ക് വേണമെങ്കിൽ ഈ മരത്തിന് പുറകിലായി കാണുന്നതാണ് ഇവിടുത്തെ ഒരു ATC സംവിധാനം. അത് പൂർണ്ണ അർത്ഥത്തിൽ ATC അല്ല, ഏതെങ്കിലും ഇൻസ്ട്രുമെന്റൽ സപ്പോർട്ട് ഈ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നൽകാൻ കെൽപ്പുള്ളതല്ല ഈ ATC. അതുകൊണ്ട് ഇവിടെയുള്ള പൈലറ്റ് പരിശീലന കേന്ദ്രത്തിലെ കൺട്രോളർമാരും മറ്റുമൊക്കെയാണ് സാധാരണ ഈ വിമാനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. പരമാവധി പൈലറ്റിന്റെ കഴിവാണ്. പൈലറ്റ് മാത്രം വിചാരിച്ച് അല്ലെങ്കിൽ പൈലറ്റിന് പൂർണ്ണമായി അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് മാത്രമേ വിമാനം ഇവിടെ ഇറക്കാൻ വേണ്ടി കഴിയൂ. അല്ലാതെ ഏതെങ്കിലും യന്ത്രസഹായത്തോടെയും മറ്റുമൊന്നും തന്നെ അത് സാധ്യമാവാത്ത ഒരു തരത്തിലുള്ള വിമാനത്താവളമാണ്. ഇന്നലെ കാഴ്ചാ പരിമിതി ഉണ്ട് എന്ന് പൈലറ്റ് ആദ്യം പറയുന്നു. പിന്നീട് ആ വിമാനം ഒരു തവണ
ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. പിന്നീട് രണ്ടാമതും അത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ആ രണ്ടാമത് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോൾ കാണാമെന്ന് പൈലറ്റ് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഈ വിധം പൊടുന്നനെ വിമാനം താഴേക്ക് പതിച്ചത്, ലാൻഡിങ്ങിന്റെ അവസാന നിമിഷത്തിൽ എവിടെയാണ് പിഴച്ചുപോയത്, എവിടെയാണ് എന്ത് തകരാറായിരുന്നു ഉണ്ടായിരുന്നത്, എന്ത് പിഴവാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. ഏതായാലും വിമാനത്തിന് നിയന്ത്രണം മുകളിൽ നിന്ന് തന്നെ നഷ്ടമാവുന്നു എന്നതാണ്. അത് ലാൻഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നേരെ വന്ന് ഇടിച്ചിറങ്ങിയതല്ല എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇപ്പോൾ റൺവേയിൽ ഇറങ്ങിയ ശേഷം തെന്നി മാറിയതല്ല, അല്ലെങ്കിൽ നേരിട്ട് താഴേക്ക് അത് ഇടിച്ചിറങ്ങിയതല്ല. അതിനപ്പുറത്തേക്ക് നിയന്ത്രണ നഷ്ടമായി അത് ചെരിഞ്ഞ് താഴേക്ക് പതിക്കുന്നതാണ് ഈ CCTV ദൃശ്യങ്ങളിലുള്ളത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജിത് പവാർ, ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷങ്ങളിൽ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില വിവരങ്ങൾ നൽകാൻ കെൽപ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ബാരാമതി വിമാനത്താവളത്തിലാണ്. ശരി ശ്രീനാഥ്, നമുക്ക് ആ ദൃശ്യത്തിന്റെയും ഒപ്പം അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം എത്താം. ഇതോടെ ന്യൂസ് ബ്രേക്സ് ഇപ്പോൾ പൂർത്തിയാവുകയാണ്.